ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 63 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 10746 സെൻസെക്സിൽ ഏകദേശം 230 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52574 ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 313 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 34871 ഇന്ന് ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് PSU ബാങ്ക്, റിയാലിറ്റി, മെറ്റൽ ഈ ഒരു സെക്ടറുകളായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഗെയിൻ നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. PSU ബാങ്കിൽ ഏകദേശം 4% മുകളിലുള്ള ഗെയിനും, റിയാലിറ്റിയിൽ 2.3% മുകളിലുള്ള ഗെയിനും, മെറ്റൽ സെക്ടറിൽ 1% മുകളിലുള്ള ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഓട്ടോ അതുപോലെ തന്നെ IT ഈ ഒരു രണ്ട് സെക്ടറായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ലോസിലേക്കും പോയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്സ്, NTPC, ടൈറ്റാൻ, SBI, ബജാജ് ഫിൻസർവ് ഈ ഒരു കമ്പനികളായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.8% മുകളിലുള്ള ഗെയിനും, സ്മോൾ ക്യാപ്പിൽ 0.5% മുകളിലുള്ള ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് പിക്ചർ ആയിട്ടുള്ളത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമുക്ക് നല്ലൊരു വോളറ്റൈൽ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് സെഷൻസ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തുകൊണ്ടുള്ളൊരു നല്ലൊരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ട്, എന്നിരുന്നാലും അതിനുശേഷം ബുൾസിൻ്റെ കൺട്രോളിലേക്ക് മാർക്കറ്റ് തിരിയുന്നതായിട്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലും നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഒരു ഇൻട്രാഡേയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസങ്ങളിൽ സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺസ് ആണ് കാണാൻ സാധിക്കുക. അതായത് ഒരു ഗ്യാപ് ഡൗൺ സ്റ്റാർട്ടിന് ശേഷം പിന്നീട് നല്ലൊരു റിക്കവറി, ഫുൾ ഡേയുടെ ഒരു റിക്കവറി സെഷൻസ് ആയിരുന്നു 2 ദിവസങ്ങളിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബുൾസിൻ്റെ കൺട്രോളിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു സമയത്ത് കാണാനുള്ളത്. ഇന്ന് ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു 15700 മുകളിലൊക്കെ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ പ്രീവിയസ് ഹൈ, ഓൾ ടൈം ഹൈ ആയ 15900 എന്നുള്ളൊരു റേഞ്ചിലേക്കുള്ള ഒരു റാലികൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ഒരു 34500 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ 35000, 35300 എന്നുള്ള ഒരു റേഞ്ചിലേക്കുള്ള റാലികൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 34300 റേഞ്ചുകൾ, 34300 അതേ തുടർന്ന് 34200 റേഞ്ചുകളൊക്കെ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മൂഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു യൂറോപ്യൻ മാർക്കറ്റിന് ഒരു പോസിറ്റീവായിട്ട് മാറും, US മാർക്കറ്റിന് ഒരു പോസിറ്റീവായിട്ട് ഇന്നൊരു ഔട്ട്ലുക്ക് പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു പോസിറ്റീവ് ആണെങ്കിലും ഒരു സൈഡ് വേയിലാണ് ഈ ഒരു സമയത്ത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഏകദേശം ഒരു നെഗറ്റീവ് സൈഡിൽ നിലനിൽക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് കാണുന്നു. രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഡോളറിന് അഗെയിൻസ്റ്റായിട്ട് നല്ലൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. 24 പൈസ ഇടിഞ്ഞ് 74.10 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് നമുക്കൊരു നെറ്റ് വിത്ഡ്രോവലാണുള്ളത് 1244 കോടിയുടേത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നും 138 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നൊരു സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്, രൂപയും സപ്പോർട്ടീവായിട്ടല്ല നിലനിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകൾ ഒരു സൈഡ് വേയിലേക്ക് ഒരു മിക്സറായിട്ട് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ളൊരു നമുക്ക് ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്കൊരു മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുൾസിൻ്റെ കൺട്രോളിലാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു സമയത്ത് കാണാനുള്ളത്. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഗ്രാസിമിൻ്റെ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്കിനെ ഇനിയും ട്രാക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആ ഒരു സ്റ്റോക്കിൽ ഇന്നും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകളും ഈ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരുക. അപ്പോൾ നമുക്ക് ഇനിയൊരു എൻട്രികളൊക്കെ ഇനി ഈ ഒരു ക്യാൻഡിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ RSI ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർബോട്ട് ടെറിട്ടറിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കറക്ഷനുള്ളൊരു സാധ്യതകളും നമുക്ക് HUL പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ഈ ഒരു കമ്പനിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും അതിനുശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയൊരു 747-748 മുകളിലേക്ക് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇനി അടുത്ത എൻട്രികൾ നമുക്ക് ടാറ്റ കൺസ്യൂമറിൽ ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് കാണാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ടുകൾക്കായിട്ട് പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തെയും നമുക്കിനി വാച്ച് ചെയ്യാവുന്നതാണ്.
ഇനി NMDCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഒരു നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത എൻട്രികൾക്കായിട്ട് ഏകദേശം 186 187 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിനിയൊരു എൻട്രികൾ NMDCയിലും പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ടൈറ്റാനിൻ്റെ ഒരു സ്റ്റോക്കും വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഏകദേശം ഒരു ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം അടുത്ത എൻട്രികൾക്കായിട്ട് ടൈറ്റാനിനെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് NTPCയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യതകൾ NTPCയിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ട്രാക്കിംഗ് നടത്തുക. നാളത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡും വാച്ച് ചെയ്തതിന് ശേഷം, അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ട്രെൻഡും വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കുകളെല്ലാം തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് ഈ ഒരു സ്റ്റോക്കുകളിലെല്ലാം തന്നെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയത്ത്. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ റൗട്ട് മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം അവർ ട്രൂ കോളറുമായിട്ട് ഒരു ടെക്നോളജി പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റൗട്ട് മൊബൈലിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കാഡില ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം അവർ ബേയർ PTE ലിമിറ്റഡുമായിട്ടുള്ള അവരുടെ ജോയിൻറ്റ് വെഞ്ചർ വീണ്ടും 3 വർഷത്തേക്ക് കൂടി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് കാഡില ഹെൽത്ത് കെയറിന് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ എയർടെലിനെയും TCSനെയും സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും ഒരു ഇന്ത്യയിൽ അടുത്ത 5G ഡിപ്ലോയ് ചെയ്യുന്നതിനുള്ളൊരു കൊളാബറേഷനിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് എയർടെലിനും അതുപോലെ തന്നെ TCSനും ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വേദാന്തയെ സംബന്ധിച്ചിടത്തോളം ഒഡീഷയിലുള്ള ഒരു കൽക്കരി ബ്ലോക്കിന് അവർക്ക് ലോവസ്റ്റ് ബിഡറായിട്ട് അവർ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേദാന്തയ്ക്കും ഒരു ഗുഡ് ന്യൂസാണ്. ഇനി ഈ കഴിഞ്ഞ മാർച്ചിലെ എയർടെൽ നെറ്റ്വർക്ക് ഡാറ്റ, ഓരോ സബ്സ്ക്രൈബർ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ജിയോയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കഴിഞ്ഞ മാർച്ചിൽ ഏകദേശം 7.92 മില്യൺ യൂസേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിച്ചു. എയർടെലിന് 4.05 മില്യൺ യൂസേഴ്സിനെയും വോഡാഫോണിന് 1.09 മില്യൺ യൂസേഴ്സിനെയും മാർച്ചിൽ ആഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു നെറ്റ് അഡീഷനാണ് ഇത് കഴിഞ്ഞ മാർച്ചിൽ കാണാനായിട്ടുള്ളത്. ഇനി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവർ അവരുടെ ഒരു ഡൈവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഈ ഒരു കമ്പനിയിലുള്ള സ്റ്റേക്കുകളൊക്കെ വിൽക്കാനുള്ള ഒരു പദ്ധതികൾ ഇടുന്നതായിട്ടൊരു ന്യൂസുകൾ വന്നു. അപ്പോൾ ഒരു ഫേസ് 1 ഈ ഒരു ഷെയർ സെയിലിൻ്റെ ഒരു ഫേസ് 1 ഏകദേശം 51% സ്റ്റേക്കാണ് വിൽക്കാനായുള്ള ഒരു പദ്ധതികളാണ് എന്നാണ് റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കുകളിൽ ഇന്ന് നല്ലൊരു അപ്പർ സർക്യൂട്ട് 20% അപ്പർ സർക്യൂട്ടിൽ വരെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഇനി മാരുതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്പനിയിൽ നിന്നൊരു അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹയർ ഇൻപുട്ട് കോസ്റ്റ് കാരണം, അതായത് ബേസ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ പ്രൈസ് വർധനവിനെ തുടർന്ന് അവർ ഈ വരുന്ന Q2-ൽ, അതായത് ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിൽ അവരുടെ വിവിധ മോഡലുകളിൽ വീണ്ടും വിലവർധനവിനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. പ്രൈസ് ഹൈക്കിന് സാധ്യതയുണ്ട് എന്നൊരു അനൗൺസ്മെൻറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ മോഡലിനും അനുസരിച്ചായിരിക്കും പ്രൈസ് ഹൈക്കുകൾ വരുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ Q1-ൽ അവർ ഏകദേശം 1.6% പ്രൈസ് ഹൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇനിയും ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാവും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റുകൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാരത് ഡൈനാമിക്സിൻ്റെ Q4 നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 16% അടുത്തുള്ള ഒരു ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. 260 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 309 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നിലനിന്നത്. അതുപോലെ തന്നെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 21% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. 1136 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 14,439 കോടിയായിരുന്നു നിലനിന്നത്. അതുപോലെ തന്നെ ഗുജറാത്ത് ആൽക്കലൈൻസിൻ്റെ Q4-ലേക്ക് വരുമ്പോൾ 2 മടങ്ങിൽ അധികമുള്ള നെറ്റ് പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. 35 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. റവന്യൂവിലും ഏകദേശം 8% വർധനവുണ്ടായിരിക്കുന്നു. 671 കോടി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ലോവർ ടാക്സ് എക്സ്പെൻസസും ഈ ഒരു റവന്യൂയിലുള്ള വർധനവുമാണ് നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് കാഴ്ചവെക്കാൻ സാധിച്ചതെന്നാണ് കമ്പനി അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ IPO-ൻ്റെ ഒരു ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പെസ്റ്റിസൈഡ്സിൻ്റെ IPO 800 കോടിയുടെ IPO മറ്റന്നാൾ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. പ്രൈസ് ബാൻഡായിട്ട് 290 മുതൽ 296 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ 90 മുതൽ 100 രൂപയാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റിംഗ് ഗെയിനുള്ളൊരു സാധ്യതകൾ ഇപ്പോഴത്തെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം വഴി കാണാനായിട്ടുണ്ട്. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് അഗ്രോ കെമിക്കൽ കമ്പനിയാണ് ഇവർ. അതുപോലെ തന്നെ ഇവരുടെ ഒരു ലിസ്റ്റഡ് പിയേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പിയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ റാലിസ് ഇന്ത്യ, UPL, ധനുക അഗ്രിടെക്, PI ഇൻഡസ്ട്രീസ് ഇവരൊക്കെയാണ് ലിസ്റ്റഡ് പിയേഴ്സായിട്ട് നിലനിൽക്കുന്നത്. ഇനി ഇവരുടെ ഒരു റവന്യൂകൾ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ 56% റവന്യൂവും ഇവർക്ക് എക്സ്പോർട്സിൽ നിന്നാണ് കിട്ടുന്നത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഇവർക്ക് 44% റവന്യൂവും ഇവർ റിക്കവർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ബ്രോഡർ ലെവലിൽ അല്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ അതുപോലെ തന്നെ ഈ ഒരു IPOൻ്റെ പർപ്പസും എല്ലാ കാര്യങ്ങളും ഇവരുടെ RHP ഫയലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റയും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ശ്യാം മെറ്റാലിക്സിൻ്റെ IPO ഇന്ന് അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊരു അപ്ഡേറ്റുകൾ മണി കൺട്രോളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റുകൾ കിട്ടിയോ എന്നുള്ളത് ഇവരുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റുകൾ ചെക്ക് ചെയ്യുന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റോക്കുകൾ ന്യൂസുകളെല്ലാം തന്നെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.